യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെ ആത്മീക വചനചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യമാണ്. കർത്തൃസേവനമത്വം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും. ഇവിടെ വളരെ വ്യക്തമായി നമ്മെ ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ദൈവത്തിന് യോഗ്യമാവണ്ണം നടക്കുമ്പോൾ അതിന്റെ സ്വഭാവം, അതിന്റെ ക്യാരക്ടർ എന്താണ് എന്നുള്ളതാണ്. ഇവിടെ ദൈവത്തിന് യോഗ്യമാവണ്ണം നടക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതം ലോകത്തിന് മുമ്പിലല്ല, നമ്മുടെ ജീവിതം ദൈവത്തിന് മുമ്പാണ് എന്നുള്ളതായ വളരെ പ്രധാനപ്പെട്ട ഒരു സൂചന നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ഈ ലോകത്തിന് മുമ്പാകെയാണ് ജീവിക്കുന്നതെന്നാണ്. അങ്ങനെയുള്ള ഒരു ചിന്ത അടിസ്ഥാനമായി നമ്മളിൽ കിടക്കുന്നിടത്തോളം കാലം നമുക്ക് ദൈവം മുമ്പാകെ ജീവിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നു, ആ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ആ ദൈവസ്നേഹത്താൽ നമുക്ക് ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല. നമ്മുടെ ഈ മനോഭാവം മാറേണ്ടതായിട്ടുണ്ട്. ഞാൻ ലോകത്തിന് മുമ്പിലല്ല ജീവിക്കുന്നത്, ഞാൻ ദൈവത്തിന് മുമ്പാകെയാണ് ജീവിക്കുന്നത്. ദൈവത്തിന് മുമ്പാകെ നാം ജീവിക്കുമ്പോൾ ഈ ലോകത്തിന് ഏറ്റവും നല്ലത് ദൈവവചനത്തിൽ കാണുന്ന പോലെ സൽപ്രവർത്തികളാൽ, സൽകീർത്തിയാൽ നമുക്ക് ഈ ലോകത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും, ലോകത്തിന് നൽകുവാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ലോകത്ത് ദൈവത്തിന്റെ സൗരഭ്യവാസനയായി മാറുവാനിടയായിത്തീരും. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ ജോസഫിനെ കുറിച്ച് വായിക്കാൻ കഴിയുന്നുണ്ട്. ജോസഫ് പലപ്പോഴും വളരെ ഒതുക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു എന്നും ജോസഫിന് ദൈവം കൊടുത്തതായ ദർശനമാണ് അവന്റെ ജീവിതത്തെ നിയന്ത്രിച്ചതെന്നും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ ജോസഫ് ഒരിക്കലും ലോകത്തെ അനുസരിച്ചല്ല താൻ ജീവിച്ചത്, താൻ ദൈവത്തിന് മുമ്പാകെയാണ് ജീവിച്ചത്. തന്റെ സഹോദരന്മാർ തന്നെ ഒറ്റപ്പെടുത്തുമ്പോഴും തനിക്ക് സാഹചര്യം ഉണ്ടായിരുന്നു സഹോദരന്മാരോട് രമ്യതപ്പെട്ട് അവരുടെ ഒരു അടിമയായി ജീവിക്കുവാൻ ജോസഫിന് സാധ്യതകളുണ്ടായിരുന്നു. അത് ലോകപ്രകാരം അവന് നേട്ടവുമായിരുന്നു. പക്ഷേ ദൈവം കൊടുത്ത ആ വിളി, ആ ദർശനം, അതിനെ വലുതായി കണ്ടുകൊണ്ട് ദൈവത്തിന് മുമ്പാകെ ജീവിക്കുന്നവനായിരുന്നു ജോസഫ്. പലപ്പോഴും ജീവിതത്തിൽ ഈ കഷ്ടതകൾ അവന് കടന്നു വരാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ദൈവത്തിനായി ജീവിക്കുന്ന, ദൈവത്തിന് മുമ്പാകെ ജീവിക്കുന്ന, ജീവിതം നയിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ ലോകത്തിൽ കഷ്ടത ഉണ്ടാകും. നമ്മൾ ഈ ലോകത്തെ കാണിക്കുവാൻ ലോകത്തിന് മുമ്പാകെ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് അത്രത്തോളം കഷ്ടതയോ പ്രയാസമോ ഉണ്ടാവുകയില്ല. പക്ഷേ ദൈവം മുമ്പാകെ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കതുണ്ടാകും. അതാണ് ജോസഫിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവനെ പൊട്ടക്കിണറ്റിലെറിഞ്ഞു. പോത്തിഫേറിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെയും അവന് പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നു. അതേപോലെ കാരാഗൃഹത്തിൽ അവൻ അടയ്ക്കപ്പെട്ടു. കാരാഗൃഹത്തിലും അവന് പ്രശ്നങ്ങളെ നേരിടേണ്ടതായിട്ട് വന്നു. പക്ഷെ ദൈവമുമ്പാകെ ജീവിച്ച ജോസഫിനെ ദൈവം തള്ളിക്കളഞ്ഞില്ല. ലോകത്തിന്റെ നിയന്ത്രണങ്ങൾ എത്രത്തോളം അവന്റെ മേൽ ആധിപത്യം വിടാമോ അതെല്ലാം ആധിപത്യം വിട്ടെങ്കിലും ആ ചങ്ങലകളെ മുഴുവനും ജോസഫ് പൊട്ടിച്ചു കളഞ്ഞു. സങ്കീർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, അവനെ അവർ ബന്ധിച്ചു, പക്ഷെ അവൻ അതിനെല്ലാം ചെയ്യിപ്പാനിടയായി തീർന്നു. എന്താ സംഭവിച്ചത്? അവസാനം ജോസഫിനെ നമുക്ക് കാണുന്നത് മിസ്രൈമിൽ അധികാരിയായി നിൽക്കുന്ന ജോസഫിനെയാണ്. ഇതാണ് ദൈവത്തെ മാനിക്കുന്നവനെ ദൈവം മാനിക്കുമെന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തെ മാനിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ദൈവത്തിന് കൊടുത്തതുകൊണ്ട് മാനിക്കപ്പെടുന്നത്. നോ, അങ്ങനെയല്ല. മറിച്ച് ദൈവസ്നേഹം അനുഭവിച്ചുകൊണ്ട്, കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതുപോലെ, ദൈവം എന്നെ സ്നേഹിക്കുന്നതിനാൽ ഞാൻ അവന്റെ മുമ്പാകെ യോഗ്യമാവണ്ണം നടക്കുന്നു. ഞാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടല്ല ദൈവം എന്നെ സ്നേഹിക്കുന്നത്, മറിച്ച് യോഗ്യമാവണ്ണം, ആ സ്നേഹത്തിന് യോഗ്യമാവണ്ണം ഞാൻ നടക്കുന്നതുകൊണ്ടാണ് ദൈവം എന്നെ സ്നേഹിക്കുന്നത്. ഇവിടെ പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട വാക്കുകളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ. ദീർഘക്ഷമ എന്നുള്ള വിഷയം നമ്മൾ അടുത്ത ദിവസം ചിന്തിക്കുന്നതാണ്. എന്നാൽ ഇന്ന് പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും എന്നുള്ള ഒരു പദമാണ്. കർത്താവ് യേശുക്രിസ്തുവിന്റെ കാലത്തിന് മുമ്പ്, അല്ലെങ്കിൽ കർത്താവ് നമ്മളോട് ഈ ഒരു വചനഭാഗങ്ങൾ മത്തായിയുടെ സുവിശേഷത്തിലൊക്കെ നമുക്ക് കാണുന്ന പോലെ സ്വർഗരാജ്യം പ്രസംഗിക്കപ്പെടുന്നതിന് മുമ്പ് ഈ പൂർണ്ണ വിനയം എന്നുള്ള പദം വളരെ മോശമായിട്ടാണ് ആളുകൾ കരുതിയിരുന്നത്. നമുക്കറിയാം, അടിമത്ത സമ്പ്രദായം നിലനിന്നിരുന്ന ഒരു കാലം അടിമകൾ പൂർണ്ണ വിനയമുള്ളവരാകണമെന്ന് അവർ ആഗ്രഹിച്ചു. അതായത്
അവരുടെ നിയന്ത്രണം അവരുടെ യജമാനന്റെ കയ്യിൽ, അതിൽ അവർ സംതൃപ്തിപ്പെടണമായിരുന്നു. അവർക്ക് കൊടുക്കുന്ന ആഹാരത്തിൽ അവർ സംതൃപ്തിപ്പെടണമായിരുന്നു. അവർക്ക് കൊടുക്കുന്നതായ വസ്ത്രത്തിൽ അവർ സംതൃപ്തിപ്പെടണമായിരുന്നു. അവർ താമസിക്കുന്ന റൂമിൽ അവർ സംതൃപ്തിപ്പെടണമായിരുന്നു. നിയന്ത്രണം മറ്റ് ആളുകളുടെ കയ്യിലായിരുന്നു. പക്ഷേ കർത്താവ് യേശുക്രിസ്തുവും തന്റെ അപ്പോസ്തലന്മാരും ഈ പൂർണ്ണ വിനയം ദൈവരാജ്യത്തിന്റെ ഒരു അസറ്റാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഈ പദത്തിന് വളരെ മാന്യത കൈവന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകളിൽ ഈ പൂർണ്ണ വിനയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്ന് യേശു പറയുമ്പോൾ വളരെ വ്യക്തമായ ഒരു ഉപദേശമാണ് യേശു ഇവിടെ നൽകുന്നത്. ക്രിസ്തീയ ജീവിതത്തിൽ സൗമ്യതയും താഴ്മയും ഇവിടെ നമ്മൾ കാണുന്നത് അത് തന്നെയാണല്ലോ. പൂർണ്ണ വിനയം എന്ന് ഉദ്ദേശിക്കുന്നത് താഴ്മയെ കുറിക്കുന്നു. അതിനർത്ഥം നമ്മുടെ നിയന്ത്രണം, നമ്മുടെ വഴികളുടെ നിയന്ത്രണം, നമ്മുടെ യാത്ര എല്ലാം തന്നെ നമ്മളാലല്ല നിയന്ത്രിക്കപ്പെടുന്നത്. ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ നിയന്ത്രണം അവന്റെ ദൈവത്തിലാണ്. കാരണം അവന്റെ ജീവിതം അവൻ ദൈവത്തിന് മുമ്പാകെ സമർപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ അവന്റെ ജീവിതത്തിന് നിയന്ത്രണം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുമ്പോൾ അവൻ തന്റെ ജീവിതത്തിൽ സംതൃപ്തിയുള്ളവനാണ്, സന്തോഷമുള്ളവനാണ്. ഇതാണ് ഇവിടെ പറയുന്ന ഈ പൂർണ്ണ വിനയം എന്ന് പറയുന്നത്. ഒരിക്കലും നമ്മൾ ദൈവത്തെ നമ്മളുടെ വ്യക്തിപരമായ താല്പര്യത്തിൽ അവനെ നമ്മൾ പുഷ് ചെയ്യില്ല, നമ്മൾ അവനെ നിർബന്ധിക്കില്ല. നമ്മുടെ പ്രാർത്ഥന പോലും നമ്മളുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തല്ല, ദൈവത്തിന്റെ വഴികളെ മാറ്റി നമ്മുടെ സ്വാർത്ഥപരമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുള്ള പ്രാർത്ഥനയല്ല. അതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു തന്നെ പറയുന്നത്, നിങ്ങൾ വല്ലാതെ യാചിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും ലഭിക്കുന്നില്ല. അതിനർത്ഥം എന്താ? നമ്മൾ ദൈവഹിതത്തിൽ ഏൽപ്പിക്കപ്പെടാതെ, ദൈവത്തിന്റെ നിയന്ത്രണത്തിൽ കടന്നു വരാതെ, പൂർണ്ണ വിനയത്തിലേക്ക് നമ്മൾ കടന്നു വരാതെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ പേരാണ് വല്ലാതെയുള്ള യാചന. അങ്ങനെയുള്ള യാചനകളെ ദൈവം ഒഴിവാക്കും. ദൈവം അതിനെ മുഖവിലക്കെടുക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ എന്ത് അയച്ചാലും, അതിനർത്ഥം നമ്മുടെ സ്വാർത്ഥപരമായ കാര്യത്തിൽ നമ്മൾ പ്രാർത്ഥന ചെയ്താൽ നമുക്ക് ലഭിക്കുമെന്നാണ്. പക്ഷെ അങ്ങനെയല്ല, അങ്ങനെ കിട്ടത്തില്ല. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ കേവലം പേര് പറയുന്നത് കൊണ്ട് മാത്രമല്ല, മറിച്ച് ജീവിതം കൊണ്ട് നമ്മൾ അവന്റെ നാമത്തിലാകണം. ജീവിതം കൊണ്ടെന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്ന പോലെ പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും കൂടെ. അതെ, ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതം നിങ്ങൾ കർത്താവ് യേശുക്രിസ്തുവിൽ സമർപ്പിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ മുഴുവൻ നിയന്ത്രണവും യേശുവിന്റെ കയ്യിലാണ്. നിങ്ങളുടെ വഴികളുടെ നിയന്ത്രണം അവന്റെ കയ്യിലാണ്. പക്ഷെ നമ്മളതിൽ സംതൃപ്തിപ്പെടണം, നമ്മളതിൽ സന്തോഷിക്കണം. അവിടെ നമ്മുടെ പ്രിഫറൻസുകൾക്കോ നമ്മുടെ മുൻഗണനകൾക്കോ യാതൊരു സ്ഥാനവുമില്ല, മറിച്ച് എല്ലാം ദൈവത്തിന്റെ ഹിതമാണ് അവിടെ സംഭവിക്കുന്നത്. അതിൽ നിന്നുകൊണ്ട് നമ്മൾ പൂർണ്ണ വിനയത്തോടുകൂടെ ആയിരിക്കണം. പലപ്പോഴും നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു കാര്യം ഇതാണ്. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, നമ്മൾ പൂർണ്ണ വിനയവും താഴ്മയും ഉള്ളവരായി ദൈവത്തിന് മുമ്പാകെ നമ്മൾ നടക്കണം. നമുക്ക് കഴിയുമോ? നിങ്ങൾക്ക് സാധ്യമാണോ? പലപ്പോഴും പറഞ്ഞു, കർത്താവേ, എനിക്ക് എൻ്റെതായ ചില താല്പര്യങ്ങളുണ്ട്. പക്ഷെ അത് പറയുമ്പോഴും ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം നിങ്ങളുടെ വഴികളെ നിയന്ത്രിക്കണ്ടേ? ദൈവം നിങ്ങളുടെ പാതകളെ നിയന്ത്രിക്കണ്ടേ? നിന്റെ വഴികളിൽ ദൈവം ഇടപെടണ്ടേ? അതിനായി നമുക്ക് ദൈവമുമ്പാകെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമാറാകട്ടെ. ഒരു നിമിഷം നമുക്ക് സമർപ്പണത്തോടുകൂടെ പ്രാർത്ഥിക്കാം. ഞാൻ മനസ്സിലാക്കുന്നു പലരും ഈ ഒരു മേഖലയിൽ വളരെ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളാണ്. പലപ്പോഴും അവരുടെ ആങ്സൈറ്റികൾ, അവരുടെ ആകുലതകൾ, അവരുടെ ആകാംക്ഷകൾ, ഇതെല്ലാം തന്നെ അവരെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാറുണ്ട്. പക്ഷെ ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, നാം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും കൂടെ അവന്റെ മുമ്പാകെ ജീവിക്കണം. അതെ, ദൈവം നമ്മെ വിളിക്കുന്നത് തൻ്റെ മുഖം ചുമക്കുവാനാണ്. അതെ, അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. പക്ഷെ കർത്താവ് പറയുന്നു, അത് നിങ്ങളുടെ മേൽ വയ്ക്കുമ്പോൾ അത് മുഖം മൃദുവും ഭാരം ലഘുവുമാകും. കാരണം അതെന്റെ മുഖമാണ്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുകൊണ്ട് ലോകത്തിൽ നമുക്ക് ദൈവമുമ്പാകെ ജീവിക്കുവാൻ സാധിക്കും. അതിനുള്ളൊരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവെ, വളരെ അർത്ഥവത്തായ, വളരെ പ്രാധാന്യമുള്ള
ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്നതായ ഈ ആത്മീക സന്ദേശങ്ങൾ ഞങ്ങളെ കേൾപ്പിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. പൂർണ്ണ വിനയത്തോടും പൂർണ്ണ സൗമ്യതയോടും കൂടെ ദൈവമുമ്പാകെ നടക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ഞങ്ങൾ ലോകത്തിനു മുമ്പാകെ അല്ല നടക്കുന്നത്, ഞങ്ങൾ ദൈവത്തിന് മുമ്പാകെയാണ്. അതിനുള്ള ഒരു സമർപ്പണവും അതിനുള്ള തിരിച്ചറിവും ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.